ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 BB ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി വിശിഷ്ടാതിഥിയായി ബിഗ് ബോസ് വീട്ടിലെത്തിയ റിയ സലീം ഒരു ദിവസത്തെ താമസത്തിന് ശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ മൂന്നാമത്തെ അതിഥിയായിരുന്നു നമ്മുടെ റിയ സലീം. ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും വന്നപ്പോൾ എന്തോ ഒരുമാതിരി വെറുപ്പിക്കൽ പോലെയാണ് കേട്ടോ എനിക്ക് ആ ഒരു ടാസ്ക് തന്നെ തോന്നിയത്. ടാസ്ക് വൃത്തിയായിട്ട് കണ്ടസ്റ്റൻസോട്ട് കളിക്കണമില്ല, വന്നിരിക്കുന്ന ഗസ്റ്റ് ആണെങ്കിലും ഒരു വക വെറുതെ അലമ്പാവണ പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. പക്ഷേ റിയാസ് വന്നതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് കാണാനായിട്ടൊരു ശുഷ്കാന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇന്നിപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോണേക്കാളും മുന്നേ ചെറിയൊരു ഗുഡ് ബൈ മെസ്സേജും കാര്യങ്ങളൊക്കെ റിയ സലീം പറയുണ്ടായി. അപ്പോൾ അക്കൂട്ടത്തിൽ റിയ സലീം വളരെ മെച്ചുവേർഡായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഹ്യൂമാനിറ്റീനെ പറ്റി, അതേപോലെ നിങ്ങൾ എത്രത്തോളം നല്ലൊരു മനുഷ്യനാണെന്നാണ് പ്രേക്ഷകർ ചെക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ചീപ്പ് ഗെയിം കളിച്ചിട്ട് കാര്യമില്ല, ഒരു പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ടോക്സ് മാക്സിമം ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിലുള്ള പലരെയും തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. മേ ബി ബിഗ് ബോസിൻ്റെ ഒരു ഉപദേശമായിരിക്കാം. ഗെയിമിൻ്റെ പോക്ക് ഭയങ്കര ചീപ്പായിട്ടുള്ള ഗെയിമാണ്. ഓരോ ആഴ്ചയിലും ഓരോ ക്യാരക്ടർ അസാസിനേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടൻ വരും. സോ അതൊരു ഗെയിം അല്ലല്ലോ. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ പറ്റിയും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റി ഫുൾ നെഗറ്റീവ് അല്ലേ വരാം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുന്നുള്ള രീതിയിൽ നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ഉപദേശം തന്നെയായിരുന്നു റിയാസ് കൊടുത്തത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ബേസിക്കലി റിയ സലീമിൻ്റെ ഫാനൊന്നുമല്ല, പക്ഷെ ആളുടെ ഇന്നലത്തെ ഒരു എപ്പിസോഡ്, അതായത് ഇന്ന് ലൈവ് കണ്ടത് ഉൾപ്പെടെ ആളുടെ പറ്റി എനിക്കുണ്ടായിരുന്ന കുറേ അധികം നെഗറ്റീവ് കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇംപ്രഷൻസ് ഉണ്ട്. അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് റിയ സലീം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ പറ്റിയുള്ള നെഗറ്റീവ് മാറ്റിയിട്ട് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അത് നിങ്ങൾ ആ ഒരു വേണ്ട രീതിക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറേ അധികം നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയതിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെ അവരെ പരസ്പരം പറയുന്നുണ്ട്. റിയാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര നല്ല മനുഷ്യനായിരുന്നു. ഒനീലൊക്കെ പറയുന്നുണ്ട് കേട്ടോ റിയാസിനെ പറ്റിയിട്ട്. ഒനീലൊക്കെ അത്യാവശ്യം നല്ല പ്രോഗ്രസീവ് മൈൻഡുള്ള ഒരു മനുഷ്യനാണ്. അങ്ങേര് വരെ പറയുന്നുണ്ട് റിയാസിനെ പോലെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ. ഏതായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു റിയാസിൻ്റെ ഇത്.